നമസ്കാരം, gadgetsonemalayalam സ്വാഗതം. നിങ്ങളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സെൽഫി ആയാലും ഫോട്ടോസ് എടുക്കുന്നവരാണ്. ഇപ്പോൾ വരുന്ന എല്ലാ DSLR ക്യാമറയോട് താരതമ്യം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ എല്ലാ ഫോണുകളും ഫോട്ടോസ് എടുക്കാറുണ്ട്. എന്നാലും ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ഫോണുകൾ അത്രത്തോളം പോകാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എന്തിനാണ്? ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് 2019 ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 6 ക്യാമറ ആപ്ലിക്കേഷനുകളാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കാണും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്ലിക്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പല സമയങ്ങളിലും നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന എല്ലാ സ്മാർട്ട് ഫോൺസും ഒരു പ്രോ മോഡ് എന്ന് പറഞ്ഞൊരു മോഡും എനേബിൾഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ്, അത് ഒരു മിഡ് റേഞ്ച് ഫോണുകളല്ല. ഈ പ്രോ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലൈറ്റ് കൂട്ടണമെങ്കിലും, നമുക്ക് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിലും, നമുക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിലും, എക്സ്പോഷർ കൂട്ടണമെന്നുണ്ടെങ്കിലും, വൈറ്റ് ബാലൻസ് കൂട്ടണോ കുറയ്ക്കണോ, അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് മാറ്റാനും കുറയ്ക്കാനും എല്ലാം പറ്റും. അതാണ് ഈ പ്രോ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ഹൈ എൻഡ് ഫോണുകളിലുമാണ് ആദ്യം പ്രോ മോഡ് വന്നത്, പിന്നീട് ഒരുപാട് ആപ്ലിക്കേഷനും ഇറങ്ങി. അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതും എല്ലാ സ്മാർട്ട് ഫോൺസിലും സപ്പോർട്ട് ചെയ്യുന്നതാണ് മൊമെൻറ്റ് പ്രോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ലിങ്ക് പെയ്ഡാണ്, അപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ, മേളിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. മേളിലെ ഓപ്ഷൻസ് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമുക്ക് ഗ്രിഡ് ലൈൻസ് ഉണ്ട്. ഈ ഗ്രിഡ് ലൈൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് കറക്റ്റായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ ഗ്രിഡ് യൂസ് ചെയ്യാം. പിന്നീട് നമുക്ക് ഒരു ഫ്ലാഷിൻ്റെ ഓപ്ഷൻ ഉണ്ട്, പിന്നെ ടൈമറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, പിന്നെ JPG റോ ഫോർമാറ്റ്, 2 ഫോർമാറ്റിൽ നമുക്ക് ഫോട്ടോസ് ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. പിന്നീടുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, വൈഡ് ആംഗിൾ വേണോ, മാക്രോ വേണോ, അതോ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ നിങ്ങളുടെ ലെൻസ് മാറ്റണോ എന്നുള്ള രീതിയിലേക്ക് മാറ്റാനായിട്ട് പറ്റും. പിന്നീട് താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ISO കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ISO സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ISO കുറയ്ക്കാം, കൂട്ടാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന്. ഷട്ടർ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമുക്ക് വൈറ്റ് ബാലൻസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഫോക്കസ് നമുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാനായിട്ട് പറ്റും. പിന്നീട് നമ്മൾ താഴെ 3 വര ഉണ്ടാകും. വര ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസും കൂടി വരുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആണ്. ഉറപ്പായിട്ടും ലിങ്ക് താഴെയുണ്ട്, ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഷവോമി ഫോണുകൾ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഷവോമിയുടെ ഫോട്ടോസാണ്, അല്ലെങ്കിൽ ക്യാമറ ആപ്ലിക്കേഷനാണ്. ഷവോമി ഫോണുകളിൽ എടുക്കുന്ന ക്യാമറ, അല്ലെങ്കിൽ ഷവോമിയുടെ ക്യാമറ കൊണ്ട് എടുക്കുന്ന ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് അതിനെ ബ്ലർ ചെയ്യാനും കുറച്ച് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മുടെ നോർമൽ ഫോണിലേക്ക് കൊണ്ടുവരാനായിട്ട് പലരും പോർട്ട് ചെയ്ത ആപ്ലിക്കേഷനുകളുണ്ട്. ഇനി പോർട്ട് ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മിക്സ് ക്യാമറ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട്. ഈ ക്യാമറ ആപ്ലിക്കേഷൻ മാത്രം മതി നമുക്ക് ഷവോമി ഫോണുകളിലെ പോലെ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. അത് നമ്മൾ മിക്സ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഫ്രീ ആപ്ലിക്കേഷനാണ്. നമ്മളത് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഷവോമി, റെഡ്മി ഫോണുകളിലുള്ള അതേ ഒരു രീതിയിലാണ് ഇത് അസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഷോർട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റും, വീഡിയോ വേണമെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റും, ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും, സ്ക്വയർ ഫോട്ടോ വേണമെങ്കിൽ സ്ക്വയർ ഫോട്ടോ എടുക്കാം, ഫുൾ സ്ക്രീൻ വേണമെങ്കിൽ ഫുൾ സ്ക്രീനും എടുക്കാം. പിന്നെ നിങ്ങൾക്ക് മാനുവൽ വേണമെന്നുണ്ടെങ്കിൽ, മാനുവൽ അല്ലെങ്കിൽ പ്രോ മോഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തും പ്രോ മോഡ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഷവോമി ഫാൻ ആണെന്നുണ്ടെങ്കിൽ, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഷവോമി ഫോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള എഫക്റ്റുകൾ. നമുക്ക് റെട്രിക്ക എന്ന ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. റെട്രിക്കയുടെ കുറച്ച് എക്സ്റ്റൻഡഡ് വേർഷൻ എങ്ങനെയായിരിക്കും, അതാണ് കൊട എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. ഇതൊരു ക്യാമറ ആൻഡ് എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ക്യാമറ ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ക്യാമറയിൽ തന്നെ നമുക്ക് ഒരുപാട് എഫക്ട്സ് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. കൊട എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫിൽറ്റേഴ്സ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫിൽറ്റേഴ്സ്, അടിപൊളി ഫിൽറ്റേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. കുറച്ച് മിനിമലിസ്റ്റിക് ആയിട്ടും കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. ലൈറ്റ് ലീക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ലീക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും.
ഡസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഡസ്റ്റ് എഫക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 3D വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3D വരെ അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രേഡിയൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്രേഡിയൻറ്റ് കൊടുക്കാം, നിങ്ങൾക്ക് കളേഴ്സ് കൊടുക്കാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം, മാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്ക് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഈ ഒരു ഫോട്ടോ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ എഫക്റ്റുകളൊക്കെ എത്രത്തോളം വേണം, എത്ര തോതിൽ വേണമെന്നുള്ളതെല്ലാം നമുക്ക് അതിനകത്ത് നിങ്ങളുടെ കസ്റ്റമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് കൊട എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. നമ്മുടെ ചൂടുന്ന കൊട പോലെ തന്നെ നല്ല അടിപൊളി പേരാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പല സ്മാർട്ട് ഫോൺസിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസിൽ ഡുവൽ ക്യാമറ കാണില്ല. അപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ബ്ലർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഡുവൽ ക്യാമറ ഇല്ല, സിംഗിൾ ക്യാമറയാണ്, ബ്ലറിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടെലിപോർട്ട് ബ്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ ക്വാളിറ്റിയും ഇതിനകത്ത് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്ത് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്തൊരു ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ ആണോ എടുക്കേണ്ടത്, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം അപ്പോഴത്തേക്ക് എന്തോ ഒരു പൂ പോലെയൊക്കെ ഒരു സാധനം കിടന്ന് കറങ്ങണം. അപ്പോൾ കറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലറായിട്ടിരിക്കും. ആ ഒരു ബ്ലർ എന്ന് പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഇഷ്ടത്തിന് ആ ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബൈഫാർ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി അക്യുറേറ്റ് ആണ്, കുറച്ചുകൂടി നല്ല രസമാണ്. കാരണം ആ എഡ്ജൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡുവൽ ക്യാമറയിൽ എടുക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സിംഗിൾ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിൽ പലർക്കും തന്നെ ഹൈപ്പർ ലാപ്സ് എന്താണെന്ന് അറിയായിരിക്കും. ഹൈപ്പർ ലാപ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ട് അതിനൊരു വീഡിയോ പോലെ ആക്കുന്നതാണ് ഹൈപ്പർ ലാപ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സാം കോൾഡറൊക്കെ ഒരുപാട് ഹൈപ്പർ ലാപ്സ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഹൈപ്പർ ലാപ്സ് എടുക്കാനായിട്ട് ഒരുപാട് ഫ്രെയിം ആയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് പകരം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മതി. ഫ്രെയിം ലാപ്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റീസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. പിന്നെ ഫ്രെയിം ഇൻ്റർവെൽ നമുക്ക് കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും. പിന്നെ നമ്മുടെ ഫ്രണ്ട് ക്യാമറയോ ബാക്ക് ക്യാമറയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യാനും പറ്റും. പിന്നെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഫ്രെയിം ഇൻ്റർവെൽ എത്രയാണ് കൊടുത്തിട്ടുള്ളത്, വീഡിയോ ഡ്യൂറേഷൻ എത്രയാണ് കൊടുത്തിട്ടുള്ളത്, റെക്കോർഡിംഗ് എത്രയാണ്, സ്പീഡ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഹൈപ്പർ ലാപ്സ് എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ക്യാമറ ഷട്ടർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങോട്ടാണോ മൂവ് ചെയ്യേണ്ടത് അങ്ങനെ അങ്ങ് മൂവ് ചെയ്ത് പോവുക. കുറേ കഴിയുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫോട്ടോ തന്നെ അടുക്കി വെച്ചതുപോലെ ഒരു ഹൈപ്പർ ലാപ്സ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഐഡിയ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് ഉപകാരപ്രദമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അടുത്തെന്ന് പറഞ്ഞത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഞാനിത് എൻ്റെ ആപ്പ് എപ്പിസോഡ്സ് പണ്ടത്തെ 50,000 സബ്സ്ക്രൈബറിലെ ആപ്പ് എപ്പിസോഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പരിചയപ്പെടുത്തിയ ഒരു ക്യാമറയാണ് ഹൈപ്പോ ക്യാം എന്ന് പറയും. ഈ ഹൈപ്പോ ക്യാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നേക്കാളും ഒരു വേറെ ലെവലിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് കിട്ടും. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വരുന്ന ഇൻ്റർഫേസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്ലാക്കിൻ്റെ അളവ് കൂട്ടാനും ആ ബ്ലാക്കിൻ്റെ അളവ് കുറയ്ക്കാനും ഉള്ള ഓപ്ഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്ലാഷ് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ഇടാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലേക്ക് മാറ്റാനായിട്ട് പറ്റും. ഇതിനകത്ത് ഒരുപാട് തരത്തിലുണ്ട്, ഒരുപാട് എഫക്റ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. അത് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഫിൽറ്റേഴ്സും കിട്ടുന്നുണ്ട്, ഒരുപാട് സിനിമാറ്റിക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റേഴ്സും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി നല്ല രീതിക്കുള്ള ഇമേജസ് എടുക്കാനായിട്ട് പറ്റും. ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈബ്രൻ്റ് ആയിട്ട് കുറച്ചുകൂടി എറിച്ച് നിൽക്കും. എനിക്ക് നോർമലി ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസാണ് ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക് ആണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു ടേസ്റ്റാണ്. നിങ്ങളുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഇഷ്ടപ്പെടുന്നവർ, കുറച്ച് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ട് ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഞാനിന്ന് പറഞ്ഞു തന്നത്. ടോപ്പായിട്ടുള്ള 6 ആപ്ലിക്കേഷൻസാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഉറപ്പായിട്ടും പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം ആ ബെല്ലൈക്കണൂടെ എനേബിൾ ചെയ്യുക. നിങ്ങൾക്കിനി എന്തെങ്കിലുമൊക്കെ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടിട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ലൈക്കും ഷെയറും ഒക്കെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ.